ഹലോ, നമസ്കാരം പ്രിയ സുഹൃത്തുക്കളെ. നമ്മുടെ ചൈന ടൂറിൻ്റെ 2ാം ദിവസമായ ഇന്ന് ലൻഡൌ പീക്കിന് മുകളിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അത് ഈ ലൻഡൌ എന്ന് പറയുന്ന ഹോങ്കോങ്ങിലെ ഏറ്റവും വലിയ ദ്വീപിലെ ഏറ്റവും ഉയർന്ന പീക്കാണ്. ലൻഡൌ പീക്ക് 934 മീറ്റർ ഉയരത്തിലാണ് സ്ഥിതി ചെയ്യുന്നത്. അതിനു പുറമെ ലാൻഡൌ ടിയാൻ ചാൻ ബുദ്ധ എന്ന് പറയും. ടിയാൻ ചാൻ ബുദ്ധ എന്ന് പറഞ്ഞാൽ ദ ജയന്റ് ബുദ്ധ സ്റ്റാച്യു ഉണ്ട്. അത് ബ്രോൺ സ്റ്റാച്യു ആണ്. ആ ബ്രോൺ സ്റ്റാച്യുവിലേക്ക് എത്തിപ്പെടുന്നത് 260 സ്റ്റെപ്പുകൾ ചവിട്ടി കയറി വേണം അവിടെ എത്താൻ. അങ്ങനെ വളരെ പ്രസിദ്ധമായ മനോഹരമായ ഒരു ലൻഡൌ പീക്കിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ രാവിലെ നമ്മൾ തിരിച്ചതാണ്. ഇന്ന് ലൻഡൌ പീക്ക് നമ്മൾ കാണും. അതിനോട് അനുബന്ധിച്ച് പൗലിൻ മൊണാസ്ട്രി ഉണ്ട്. ബുദ്ധ മൊണാസ്ട്രിയാണ്. അപ്പോൾ അവിടെ ചെറിയ മാർക്കറ്റ് ഉണ്ട്. മാർക്കറ്റ് ഇപ്പുറത്ത് തുറമുഖത്തിലെ ക്രെയിനുകൾ നേരെ കാണത്തില്ല. അപ്പോൾ ഹോങ്കോങ് എന്ന് പറഞ്ഞാൽ സുഗന്ധ തുറമുഖം എന്നാണ് വാക്കിൻ്റെ അർത്ഥം എന്ന് ഇപ്പോൾ നമ്മുടെ ടൂർ മാനേജർ പറയുകയുണ്ടായി. അത് വളരെ അന്വർത്ഥമായിട്ടുള്ള ഒരു പേരാണ്. അപ്പോൾ നിങ്ങൾ ചോദിക്കാം, ഇവിടെ സുഗന്ധമുണ്ടോ എന്ന്. തീർച്ചയായിട്ടും സുഗന്ധമുള്ള ഒരു തുറമുഖം തന്നെയാണ്. ഈ തുറമുഖം വളരെ തിരകളില്ലാത്ത, എന്നാൽ വലിയ കപ്പലുകൾ അടുക്കുന്ന, ഭൂമധ്യരേഖയോട് ചേർന്ന് കിടക്കുന്ന ഒരു തുറമുഖമാണ്. ഏറ്റവും തിരക്കുള്ള തുറമുഖമാണ്. ഇതിൻ്റെ സാമ്പത്തിക പ്രാധാന്യം അതുകൊണ്ട് തന്നെ വളരെ വളരെ പ്രധാനമാണ്. ഈ ബിൽഡിങ്ങുകൾ ചെറിയൊരു തുറമുഖത്ത് കാണുമ്പോൾ സുഹൃത്തുക്കൾ ചോദിച്ചേക്കാം, എന്തിനാണ് ഇത്രയും ബിൽഡിങ്ങുകൾ ഇവിടെ ആവശ്യം? കേരളത്തിൽ ഇതിൻ്റെ ഒരു 100% പോലും ഇല്ലല്ലോ. ഉണ്ടെങ്കിൽ തന്നെ അതിനകത്തൊന്നും ആളുകൾ ഇല്ലല്ലോ. എന്നാൽ അങ്ങനെയല്ല. ഇത് വളരെ എൻ്റർപ്രൈസിംഗ് ആയിട്ടുള്ള, എനർജറ്റിക് ആയിട്ടുള്ള, നിരന്തരം വാണിജ്യ വ്യവസായങ്ങൾ, കച്ചവടങ്ങൾ, സാമ്പത്തിക ക്രയവിക്രയങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു ലോക തലസ്ഥാനമാണ്. അപ്പോൾ ഇതൊക്കെ നമ്മൾ കണ്ട് പഠിക്കേണ്ടതാണ്. അപ്പോൾ കണ്ട് പഠിച്ചിട്ടെന്ത് കാര്യമെന്ന് ചോദിക്കും. ആര് പഠിക്കണം എന്ന് ചേട്ടൻ പറഞ്ഞ് പഠിക്കേണ്ടവർ പഠിക്കുന്നില്ല, പഠിച്ചവർ നടപ്പിലാക്കുന്നില്ല എന്നൊക്കെ പറയും പോലെയുള്ള കേസുകളാണ്. വരുന്നുണ്ട് പലരും, പഠിക്കാൻ ധാരാളം വരുന്നുണ്ട്. അവർ പഠിച്ചു പോകുന്നത് എന്താണെന്നുള്ളത് അവർക്ക് തന്നെ അറിയാമോ എന്ന് സംശയമാണ്. പണ്ടൊരു പ്രഭാഷകനെ പറ്റി പറഞ്ഞിട്ടുണ്ട്, ഉഗ്രം പ്രഭാഷണമാണ്, പക്ഷേ പുള്ളിയുടെ പ്രഭാഷണം പുള്ളിക്ക് തന്നെ വലിയ പിടുത്തമില്ല എന്ന് പറഞ്ഞാണൊക്കെയുള്ള ഒരവസ്ഥയിലാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ലൻഡൌ എന്ന് പറയുന്ന ഏറ്റവും വലിയ ദ്വീപ് എന്ന് വെച്ചാൽ ഹോങ്കോങ്ങിലെ ഏറ്റവും വലിയ ദ്വീപ്, അതിൻ്റെ എന്തായാലും അതിന് മുകളിലുള്ള ഏറ്റവും ഉയർന്ന പീക്കാണ് ലൻഡൌ പീക്ക്. 934 മീറ്റർ ഹൈറ്റ്. അപ്പോൾ അവിടേക്കൊരു കേബിൾ കാർ ഗ്ലാസ് ബോട്ടം ഉള്ള 360 വിഷൻ കേബിൾ കാർ ഉണ്ടെന്ന് കേൾക്കുന്നു. ന്യോൺപിങ് കേബിൾ കാർ 360 ഡിഗ്രി. അപ്പോൾ അതൊക്കെ ഒന്ന് എക്സ്പീരിയൻസ് ചെയ്യാമെന്ന് വിചാരിക്കുകയാണ്. അതിന് മുകളിൽ നിന്ന് നല്ലൊരു ഹോങ്കോങ്ങിൻ്റെ വിഷ്വൽ കിട്ടും എന്ന് തീർച്ചയായും പ്രതീക്ഷിക്കാം. അപ്പോൾ ബാക്കി വീഡിയോയുമായി പിന്നാലെ വരുന്നതാണ്. ഓക്കെ, ബൈ. അപ്പോൾ സുഹൃത്തുക്കളെ, ലൻഡൌ പീക്കിലേക്കുള്ള യാത്രയിലാണ്. ലൻഡൌ എന്ന ഹോങ്കോങ്ങിലെ ഏറ്റവും വലിയ ദ്വീപിൻ്റെ ഏറ്റവും ഉയരമുള്ള പീക്കാണ്.
ഹലോ പ്രിയ സുഹൃത്തുക്കളെ, ഹോങ്കോങ്ങിലെ ഏറ്റവും വലിയ ദ്വീപായ ലാൻഡൌവിലെ പീക്കിലേക്കുള്ള യാത്രയിലാണ്. കേബിൾ കാറിൽ കയറാൻ വേണ്ടി നിൽക്കുന്നതാണ് കാണുന്നത്. അപ്പോൾ നമ്മുടെ ആൾക്കാരൊക്കെ ഇതിനകത്തുണ്ട്. കേബിൾ കാറ് വന്ന് നിൽക്കുന്നു. പിന്നെ അത് കണ്ടോ, ഇവിടെ നിന്നുള്ള കാഴ്ചകളാണ്. അപ്പോൾ ടിയാൻസാൻ ബുദ്ധ എന്ന് പറഞ്ഞാൽ ജയന്റ് ബുദ്ധ എന്നാണ് അതിൻ്റെ അർത്ഥം. ഹോങ്കോങ് എന്ന് പറഞ്ഞാൽ സുഗന്ധ ഉറമുഖം എന്നാണ് അർത്ഥം. അപ്പോൾ അങ്ങനെയൊക്കെ അർത്ഥങ്ങളുണ്ട്, വാക്കർത്ഥം. അപ്പോൾ ജയന്റ് ബുദ്ധ, ദ ഗ്രേറ്റ് ബുദ്ധ കാണാൻ വേണ്ടി പോവുകയാണ്. അതൊരു 34 മീറ്റേഴ്സ് ഹൈറ്റുള്ള ഒരു ബ്രോൺസ് പ്രതിമയാണ്. അത് കാണുന്നതിന് വേണ്ടി പോവുകയാണ്. കേബിൾ കാറിലേക്ക് ആൾക്കാർ കയറിക്കൊണ്ടിരിക്കുകയാണ്. സഞ്ചാരത്തിൻ്റെ ടീം എല്ലാം 39 പേരും ഗൈഡ്, നമ്മളെ ടൂർ മാനേജർ ഉൾപ്പെടെ ഉണ്ട്. അപ്പോൾ ഹലോ, അപ്പോൾ നമ്മുടെ സുഹൃത്തുക്കളാണ്. നമ്മുടെ സഹമുറിയൻ സാറാണ് രാജേന്ദ്രൻ സാറ്. ഓക്കെ, അപ്പോൾ സുഹൃത്തുക്കളെ, കേബിൾ കാറുകൾ വന്നുകൊണ്ടിരിക്കുന്നു. ആൾക്കാർ കയറിക്കൊണ്ടിരിക്കുന്നു. ഒരെണ്ണത്തിൽ 6 പേര് വെച്ച് കയറും. അതാണ് കേബിൾ കാർ, യോങ്പിങ് കേബിൾ കാർ. യോങ്പിങ് 360 എന്നവിടെ എഴുതിയിട്ടുണ്ട്. യോങ്പിങ് 360 കേബിൾ കാർ. 360 എന്ന് വെച്ചാൽ 360 വിഷൻ, ചുറ്റുപാടും കാണുമെന്നർത്ഥം. ഗ്ലാസ്സാണ് അതിൻ്റെ മേളിലുള്ള എൻജിനീയറിങ്. സംഗതി വളരെ സ്ട്രോങ് ആണ്, അല്ലാതെ എങ്ങനെയെങ്കിലുമൊക്കെ അങ്ങ് ചെയ്തിരിക്കണ പരിപാടിയൊന്നുമല്ല. 6 പേരില്ലേ, 2, 4, 6. നമ്മുടെ ഗൈഡ് ഉൾപ്പെടെ അതിനകത്ത് കയറിയിട്ടുണ്ട്. യോങ്പിങ് 360 മന്ദം പോയിക്കൊണ്ടിരിക്കുന്നു. യോങ്പിങ് 360. അതിനകത്ത് അത് അതിനുള്ള കാര്യങ്ങൾ, അത് തിരിച്ചു വരുമ്പോൾ ഫോട്ടോ എടുത്തിട്ട് കൊടുക്കും, അതിന് പൈസയും കിട്ടും. അതൊക്കെയാണ് സംഭവം. അപ്പോൾ ഇതൊരു വലിയ ഗംഭീര പരിപാടിയാണ്, ഒരു ബിസിനസ് ആക്ടിവിറ്റിയാണ്. നമ്മുടെ ഗൈഡാണ് അതിൻ്റെ അറ്റത്തിരിക്കുന്നത്. ഓക്കെ, യോങ്പിങ് 360. ഇത് തിരിച്ചു വരുമ്പോൾ ഈ ഫോട്ടോ ആയിട്ട് കൊടുക്കും. അതിൻ്റെ ബിസിനസ് അങ്ങനെ നടക്കും കാര്യങ്ങൾ. ചുരുക്കം പറഞ്ഞാൽ എത്രയോ പേര് ഇതുകൊണ്ട് ജീവിക്കുന്നു എന്ന് നോക്കിക്കൊള്ളണം. ഇതൊക്കെ നമ്മുടെ നാട്ടിലും ചെയ്യാവുന്നതാണ്. അതിന് നമ്മൾ പറയുന്നില്ല. കാരണം ഇയാൾ അതിന് ശബരിമല, മൂന്നാർ, വാഗമൺ എവിടെയെല്ലാം ചെയ്യാം. അപ്പോൾ ഇത് സ്ഥിരം പറയുന്നത് കൊണ്ട് ഇവന് ഇത് തന്നെ പരിപാടി എന്ന് തോന്നും. അപ്പോൾ നമ്മുടെ അവർ നമ്മളെ കടത്തിവിട്ടു. യോങ്പിങ് 360 അതിലേക്ക് കയറി. അപ്പോൾ 360 എന്നേ ഉള്ളൂ, അല്ലാതെ ഗ്ലാസ് ബോട്ടം ഇല്ല. അതിവിടെ അല്ല, അത് മാറിപ്പോയി, സോറി. ഞാൻ അവിടെ ഇരിക്കാം.
അദ്ദേഹത്തിന് ഫോട്ടോ എടുക്കാൻ വേണ്ടിയാണ്. അപ്പോൾ അതെല്ലാം എടുത്തു കഴിയുമ്പോൾ തിരിച്ച് വന്നു കഴിയുമ്പോൾ ആ ഫോട്ടോ അത് നമുക്ക് തരും. അപ്പോൾ അത് നമുക്ക് അതൊരു പൈസ കൊടുത്ത് വാങ്ങാം. വെളിയിൽ നമ്മുടെ സുഹൃത്തുക്കൾ കൈ കാണിക്കുന്നുണ്ട്. ഓക്കെ ഓക്കെ പോയി വരാം. എല്ലാ അതിസാഹസിക പരിപാടികളാണ്. ഡോക്ടർമാരെ അന്തം വിടുന്നു നമ്മളെ ഓരോ വിക്രികൾ കണ്ടിട്ട്. വല്ല അപകടം വന്നു കഴിഞ്ഞാൽ അവർക്കാണ് ജോലി. അവർ രണ്ടും ഡോക്ടേഴ്സാണ്, ജനറൽ ഫിസിഷ്യൻ. പിന്നെ അത് നമ്മുടെ സുഹൃത്തുക്കളെല്ലാം ഇതിനകത്തുണ്ട്. 360 വ്യൂ എന്ന് പറയുന്നതാണ്. ചുറ്റുപാടും ഗ്ലാസ് 360 വ്യൂ കിട്ടും. ലാൻഡ്ഷോ പീക്കിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് കേബിൾ കാറിലൂടെ. ഇപ്പോൾ കേബിൾ കാർ 360 എന്ന് പറയുന്നത് ചുറ്റുപാടും ഗ്ലാസ്. അത് തന്നെ സംഭവം, ഗ്ലാസ്സാണ്. പിന്നെ അടിയിൽ ഗ്ലാസ്സാണ് എന്ന് ഞാൻ നേരത്തെ തെറ്റിച്ച് പറഞ്ഞു. അപ്പോൾ ഡോക്ടർ തിരുത്തി തന്നു. അത് പണ്ട് അങ്ങനെ ആയിരുന്നു, ഇപ്പോൾ അത് മാറ്റി, മെയിൻ്റനൻസിന് വേണ്ടി മാറ്റി എന്ന് പറയുന്നു. അപ്പോൾ അതുകൊണ്ടാണ് സേഫ്റ്റിക്ക് വേണ്ടി ആയിരിക്കാം. അപ്പോൾ ഇങ്ങനെയുള്ള രാജ്യങ്ങൾ സേഫ്റ്റിക്ക് പ്രാധാന്യം കൊടുക്കുന്ന രാജ്യങ്ങളാണ്. ഇല്ല, അഥവാ വീണാലും ഇതിനകത്ത് കിടന്നോളും. ആ ഓ അത് ക്ലാസ്. അപ്പൊ നമ്മള് പറഞ്ഞത് അതിൽ കേറ്റുന്നില്ല. അത് ശരി, ഞാനത് ആലോചിച്ച് ഇതെന്താണ് കേറ്റാത്തതെന്ന്. ഇല്ല ഇല്ല ഇല്ല, അല്ല ഇതല്ല. നോൺ പിങ് എന്ന് എഴുതിയിരിക്കുന്നത് പിന്നെ അൾട്രാ മോഡേൺ ആണ്. ആ എഴുത്തില്ലാത്തത് ഇപ്പൊ ഈ വരുന്നത് ഗ്ലാസ് അല്ലല്ലേ? ഇടയ്ക്ക് വന്നിട്ടുണ്ട്. അല്ല ഗ്ലാസ് ആണെന്ന് തോന്നുന്നത്. ഗ്ലാസ് ആണ് സാറേ അതിന്റെ അടിയിൽ. കേട്ടുന്നില്ല, അവിടെ ഞാൻ ശ്രദ്ധിച്ച്. നോക്കാം. എന്തായാലും അവിടെ നിന്ന് കുറെ എണ്ണം കേറ്റാതെ വരുന്നത് കണ്ടു, ശ്രദ്ധിച്ചു. ആ നോൺ പിങ് എന്ന് എഴുതിയിരിക്കുന്നത് പുതിയതാണ്, സ്ട്രോങ് ആണ്, അതിൽ കയറുന്നുണ്ട്. അല്ല, നമ്മൾ ഇതിനകത്തും തന്നിരിക്കുന്ന നോൺ പിങ് 360 എന്നാണല്ലോ. മറ്റതിലാണ് ലേബലില്ല. അത് നോക്കൂ, അതിനകത്ത് ലേബലില്ല. ഇതിന്റെ അടിയിൽ നോക്കണം സാറേ. അടിയിൽ നോക്കുന്നുണ്ട്. ഇല്ല, ഗ്ലാസ് ആണ് സാറേ അടിയിൽ. അടി ഗ്ലാസ് ആണ് സാറേ. അതാണ് സംഭവം. പക്ഷെ അതിൽ നോൺ പിങ് എന്ന് എഴുതിയിട്ടില്ല. ഇത് ഈ പേരുണ്ടല്ലോ നോൺ പിങ് എന്ന്. അപ്പൊ അത് എനിക്ക് സംശയം തോന്നി. ഫുൾ ഗ്ലാസ്. അപ്പൊ സുരക്ഷാ കാര്യങ്ങൾ അത് തന്നെ അവര് മെയിൻ്റെനൻസ്. ആളുകളുടെ ജീവന് വിലയുള്ള നാടുകളിലൂടെയാണ് പോയിക്കൊണ്ടിരിക്കണതെന്ന് അർത്ഥം. നമ്മുടെ വാഗമണില് ഗ്ലാസ് ബ്രിഡ്ജ് കൊണ്ടുവന്ന് ഒരു സുപ്രഭാതത്തിൽ എല്ലാം കൂടെ പൊട്ടി അങ്ങ് വീണു. പൊട്ടി വീണ് 2 മാസം അത് നിർത്തി വെച്ചിരുന്നു. അപ്പോൾ അവർ ചോദിച്ചാൽ പറഞ്ഞ് കൂടുതൽ ആള് കയറി എന്തിന്, 25 പേര് ഉള്ളത് 30 പേര് കയറിയോണ്ടല്ലേ എന്ന് ചോദിക്കണം. ഇവിടെ വാഗമണിൽ ഒരു ബ്രിഡ്ജ് 500 രൂപ ടിക്കറ്റ് ആ ബ്രിഡ്ജ് കയറാൻ. അത് ഇതൊരു ഒരു അഡ്വഞ്ചർ സോൺ എന്ന് പറയുന്ന ഒരു സ്ഥലമുണ്ട്. പണ്ട് സൂയിസൈഡ് പോയിന്റ് എന്ന് പറഞ്ഞിരുന്നു. ഒരു പിന്നെ കൊക്കയാണ്. അവിടെ ആ കൊക്കയിലേക്ക് ഇറക്കി കെട്ടി നല്ലൊരു കാഴ്ചയാണെന്ന് പറയുന്നു. 500 രൂപ
അപ്പോൾ വിദേശങ്ങളിലൊക്കെ ഉണ്ട് ഈ സ്ട്രോങ്, ഈ പറയുന്ന പോലെ സ്റ്റീലിനെക്കാളും സ്ട്രോങ് എന്നാണ് പറയുന്നത് ഗ്ലാസ്. അത് ഒരിക്കലും പൊട്ടൂല. അപ്പോൾ നമ്മൾ പക്ഷേ അതിനകത്ത് അന്തം വിട്ട് താഴോട്ട് നോക്കും, ഇപ്പോൾ പൊട്ടിപ്പോകുമെന്ന് തോന്നും. അപ്പോൾ അതിനാണ് ഈ 500 രൂപ ടിക്കറ്റ് എടുത്തിട്ട് എയർപോർട്ടിൽ കാണുന്നത്. 500 രൂപ ടിക്കറ്റ് എടുത്ത് അത് ഒരു സുപ്രഭാതത്തിൽ പൊട്ടി അങ്ങ് വീണ്. ആരും ഭാഗ്യത്തിന് മരിക്കാത്തത് കൊണ്ട് വലിയ വാർത്തയായില്ല. പിന്നെ പത്രങ്ങളിലൊന്നും വലുതായിട്ട് വാർത്ത കൊടുത്തില്ല, കാരണം ഒരു പിന്നെ ടൂറിസത്തെ ബാധിക്കുമല്ലോ. അല്ല, വാഗമൺ അതും പൊട്ടിപ്പോയി. വർക്കല ഉണ്ടാക്കി, അതും പോയി. ഒരു ദിവസം നോക്കുമ്പോൾ വെള്ളത്തിന് അടിയിലോട്ട് പോകണം. ഫ്ലോട്ടിംഗ് ബ്രിഡ്ജാണ് അത്രേ. സാറ് ഒന്ന് ആലോചിച്ചല്ലേ, നമ്മളെ നാട്ടിലുള്ളത് പറയാതിരിക്കും നിവൃത്തിയില്ല. മൊത്തം ഉടായിപ്പ്. നമ്മളെ എറണാകുളം ഭാഷ പറഞ്ഞ ഉടായിപ്പിന്റെ അങ്ങേ അറ്റം. പിന്നെ ആളുകൾക്ക് ജീവൻ തടി. അതെ, പാർട്ടിക്കാരുണ്ടെങ്കിൽ നമ്മൾ അടിക്കും. ഇതിലാരുമില്ല എന്നെനിക്ക് തോന്നുന്നു. അപ്പോൾ സുഹൃത്തുക്കളെ, കേബിൾ കാറിൽ നിന്നുള്ള കാഴ്ചയാണ്. 360 ഡിഗ്രി ഡോങ്പിങ് കേബിൾ കാറാണ്. ചുറ്റുപാടും കാണാൻ പറ്റും. അപ്പോൾ ഞങ്ങൾ വന്നിറങ്ങിയ ഹോങ്കോങ്ങിലെ എയർപോർട്ടാണ് കാണുന്നത്. കടൽ നികത്തി വളരെ മനോഹരമായി സംവിധാനം ചെയ്തിരിക്കുകയാണ്. പറഞ്ഞതുപോലെ കണ്ടാൽ ചെറിയൊരു എയർപോർട്ടെന്ന് തോന്നും, അത് ദൂരെ നിന്ന് നോക്കുന്നതുകൊണ്ടാണ്. അപ്പോൾ ഞങ്ങൾ വന്ന വഴിക്ക് ആദ്യം ഫോഗിൻ്റെ പ്രശ്നമുണ്ടായിരുന്നു. അപ്പോൾ ലാൻഡിങ് ആദ്യം സെക്കൻഡ് ചാൻസിലാണ് ലാൻഡ് ചെയ്യാൻ പറ്റിയത് ആദ്യം. അപ്പോൾ അരമണിക്കൂർ അത് കാരണം താമസിച്ചു. വിമാനം ഒരു ഫുൾ റൗണ്ട് എടുത്ത് തിരിച്ചു വന്നിട്ടാണ്, അങ്ങനെ കുറച്ച് ലേറ്റായി ഇന്നലെ വന്നപ്പോൾ. വേറെ പ്രശ്നമൊന്നും ഉണ്ടായില്ല. രണ്ടാമത്തെ ശ്രമത്തിലാണ് ലാൻഡ് ചെയ്യാൻ പറ്റിയതെന്ന് മാത്രം. അതാണ് സംഭവം. സാറെടുത്ത് കാണിക്കുന്നത് അതിൽ ക്ലിയർ ആയിട്ട് കാണുന്നുണ്ട്. ഫുൾ ഗ്ലാസ്. മനോഹരമായ പ്രകൃതിയാണ്. ഒരു ട്രക്കിങ്ങിനുള്ള ട്രാക്ക് കാണുന്നുണ്ട് ഇതിനിടയിൽ കൂടി. ട്രക്കിങ്ങിന് സൗകര്യം കാണുമായിരിക്കും. നമ്മൾ ഇതിന് സമാന്തരമായിട്ട് താഴെ കൂടെ പോകുന്നു, കണ്ടോ ട്രാക്ക്? വനത്തിന്റെ ഇടയിൽ കൂടി. അങ്ങ് മേളിൽ അവിടെ സ്റ്റെപ്പുണ്ട്. ആ സ്റ്റീപ്പായിട്ടുള്ളിടത്ത് സ്റ്റെപ്പുണ്ട്. നല്ല മനോഹരമായ പ്രകൃതിയാണ്. അപ്പോൾ ഡോങ്പിങ് 360 കേബിൾ യാത്ര എന്ന് പറയുന്നത് ഒരു അസറ്റാണ് എന്ന് പറയാതിരിക്കാൻ നിവൃത്തിയില്ല. ഇപ്പോൾ ഹോങ്കോങ്ങിൻ്റെ ഒരു വിഹക വീക്ഷണം കിട്ടും എന്നാണ് പറയപ്പെടുന്നത്. ഫോഗ് വന്ന് തുടങ്ങി. നല്ല ഫോഗാണെങ്കിൽ ചിലപ്പോൾ ക്ലാരിറ്റി കുറയും എന്ന് മാത്രം. മുകളിൽ നല്ല കാറ്റാവാൻ സാധ്യതയുണ്ട്. ഇതിനകത്തേക്ക് കാറ്റ് കടന്നു വരുന്നുണ്ട്. പ്രകൃതി കൊണ്ട് അനുഗ്രഹീതമായ ഹോങ്കോങ്, സുഗന്ധത്തിൻ്റെ തുറമുഖം. ഇടയ്ക്കിടയ്ക്ക് ഇതേപോലെ സ്റ്റേഷനുകളിൽ വന്നു നിന്ന് ഒന്ന് സ്ലോ ചെയ്തിട്ട് മുന്നോട്ട് നീങ്ങുകയാണ്. അതൊക്കെ സ്ട്രോങ് ആണ് സംഭവം. അല്ല, ഇത് അന്ന് തന്നെ ഈ ക്രിസ്റ്റൽ ടെക്നോളജി ഉള്ളതാണ്. അപ്പോൾ ഇത് വളരെ വളരെ സ്ട്രോങ് ആയിരിക്കും. തട്ടിയാൽ പോലും പൊട്ടൂല, അത്രയും സ്ട്രോങ് ആയിരിക്കും. ആ ഫോഗ് കാണണമെന്നുള്ളവർക്ക് വേണ്ടി ഫോഗ് വളരെ മനോഹരമാണ്. ശരിക്കും നമ്മളെ മൂന്നാറിലും വാഗമണിലും ഒക്കെ ഇത് കാണാൻ കഴിയാൻ വയ്യാത്തൊന്നുമില്ല.
ഗ്രൗണ്ടിൽ കൂടെ ട്രക്കിംഗ് ട്രാക്കും സമാന്തരമായി നീങ്ങിക്കൊണ്ടിരിക്കുന്നു. വളരെ മനോഹരമായ കാഴ്ച കാണുവാൻ വരിക. മൊണാസ്ട്രി ആണെന്ന് തോന്നുന്നു. എന്തൊക്കെ കാണുന്നുണ്ട്. ഫോഗ് വന്ന് മൂടുന്നത് കൊണ്ട് ക്ലാരിറ്റി വരുന്നില്ലെന്ന് മാത്രം. പാലം എന്ന് പറഞ്ഞാൽ ഒരു 1.5 പാലമാണ്. അത് ഈ സമുദ്രത്തിന് അടിയിലൂടെ ഉണ്ട് എന്ന് പറയപ്പെടുന്നുണ്ട്. അതായിരിക്കണം അല്ലേ? അവിടെ ചെന്ന് നിൽക്കുന്നുണ്ടല്ലോ. അതായിരിക്കും ചിലപ്പോൾ. 3 ഉണ്ടെന്നല്ലേ പറയുന്നത്. സമുദ്രത്തിന് അടിയിലൂടെ റോഡ് പാസേജ് ഒന്ന് ആലോചിച്ച് നോക്കണം. നമുക്ക് നദിക്ക് മുകളിലൂടെ പാലം പണിയാൻ തന്നെ വലിയ പാടായിട്ടിരിക്കുന്ന അവസ്ഥയിലാണ് എന്ന് ഓർക്കണം. സമുദ്രത്തിന് അടിയിലൂടെ അതൊരു ചെറിയ ദ്വീപാണെന്ന് ഓർക്കണം. അത് കണക്ഷൻ പാലം അവിടെ ഉണ്ട് സാറേ. 2 കിലോമീറ്റർ ഉണ്ടെന്ന് പറഞ്ഞില്ലേ? കറക്റ്റ് ആയിരിക്കും. അത് തന്നെ ആയിരിക്കും. നമ്മൾ കണ്ടെത്തിയ ആളിന് അഭിനന്ദനങ്ങൾ. പക്ഷേ ഫോഗ് കാരണം വീഡിയോയിൽ ക്ലാരിറ്റി വരുമോ എന്ന് സംശയമുണ്ട്. എന്തായാലും വളരെ മനോഹരമായ കാഴ്ച തന്നെ. ഇത് കാണാൻ വേണ്ടി മാത്രമായിട്ട് ഹോങ്കോങ്ങിലൊന്ന് വന്നാലും വേണ്ടൂല. മുതലാണ്. പോവുക. നമ്മൾ വീഡിയോയിൽ ഈ പറഞ്ഞ ഇത് കാണത്തില്ല. മുകളിൽ കൂടി ഷിപ്പ് പോകുന്നുണ്ട്. കടല്, കായല്, ലഗൂൺ ഒക്കെ ആയിരിക്കണം. അപ്പോൾ കപ്പൽ പോകുന്നുണ്ട്. എന്തായാലും മുകളിൽ കൂടെ കപ്പൽ, അടിയിൽ കൂടി റോഡും പോവുക എന്ന് പറയുന്നത് ഒരു വണ്ടറാണ് എന്ന് തന്നെ വേണമെങ്കിൽ പറയാം. അപ്പോൾ ഇതൊക്കെ കാണണമെന്നുണ്ടെങ്കിൽ ഹോങ്കോങ്ങിൽ വരണം. അല്ലാതെ വേറെ എവിടെയും പോയിട്ട് കാര്യമില്ല. വീട്ടിലിരുന്നിട്ടും കാര്യമില്ല. പണം സമ്പാദിച്ച് എവിടെ അല്ല, മൊണാസ്ട്രി അതിനോട് ചേർന്ന് വേറെയൊക്കെ കാണുമായിരിക്കും. നമ്മള് ചെന്നിറങ്ങുന്ന ടിയാൻടാൻ ബുദ്ധയോട് ചേർന്നിട്ടാണ് ഈ പറയുന്ന നമ്മൾ ഇന്ന് പോകുന്ന മൊണാസ്ട്രി. അതാണ് സ്റ്റാച്ചു. കാണുന്നതാണ് സ്റ്റാച്ചു. കറക്റ്റ്. ഫോഗ് കാരണം കാണാൻ പറ്റുന്നില്ല. ജയന്റ് ബുദ്ധ, ടിയാൻടാൻ ബുദ്ധ എന്ന് വെച്ചാൽ ജയന്റ് ബുദ്ധ. അത് കാണത്തില്ല, ഇതിൽ കാണത്തില്ല. വീഡിയോയിൽ കിട്ടൂല. അതിനടുത്ത് ഒക്കെ മൊണാസ്ട്രി കാണുന്നുണ്ട്. അതിനടുത്തായി ഉള്ള മൊണാസ്ട്രിയിലാണ് ഇന്ന് സന്ദർശിക്കുന്നത്. പിങ് പോങ് മൊണാസ്ട്രി. അപ്പോൾ സുഹൃത്തുക്കളെ, നമ്മൾ കേബിൾ കാറിൽ ഐശ്വര്യമായിട്ട് മന്ദം യാങ്പിങ്ങിന്റെ പീക്കിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. വളരെ സമാധാനമായിട്ട്. ഇടയ്ക്കിടയ്ക്ക് ഇതുപോലെ സ്റ്റേഷനുകളുണ്ട്. സമാധാനമായിട്ട് വീഡിയോ എടുക്കാൻ കിട്ടിയ ഒരു സമയമാണ്. മറ്റേ നമ്മളെ ഗ്രൂപ്പ് ടൂർ ആയതുകൊണ്ട് പലപ്പോഴും നമ്മളൊരു വെപ്രാളത്തിലായിരിക്കും. ഇത് ഒരു വെപ്രാളവുമില്ല. വളരെ സമാധാനമായിട്ട് ഇവിടെ ഇറങ്ങാനുള്ളത് തന്നെയാണ്. അപ്പോൾ ഇറങ്ങുകയാണ് സുഹൃത്തുക്കളെ.